മലയാള മണ്ണിൽ മഞ്ഞും മഴയും പെയ്തിറങ്ങി. സംസാര സാഗരത്തിൽ കാലം അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഉറവകൾ മനസ്സിൽ നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നാടകം സ്നേഹഗാഥ. അരങ്ങത്ത് ശ്രീഹരി ആർ സുഗുണൻ, അയൻ എം മാനേജർ, അദ്രിനാഥ് അമ്മാവൻ, നവീൻ കെ എം മുത്തശ്ശി, മാധവ് എസ് നായർ കൂട്ടുകാരൻ, ശ്രീഹരി കെ കൂട്ടുകാരൻ, ശ്രീഹരി കെ അമ്മ, ധീരജ് കമ്മിറ്റി അംഗം, അഭിനവ് ഇ ആർ പ്രിൻസിപ്പൽ, അപർണ എം മകൾ. നിനക്ക് ഹോംവർക്കും പഠിക്കാനൊന്നുമില്ലേ? എന്നാ പോയി പഠിച്ചോ. നാളെ കളിക്കാൻ വരുമോ? മുത്തശ്ശി പോയിട്ട് വരാം. മക്കളെ നോക്കിയിട്ടൊക്കെ പോണം ട്ടോ. ശരി മുത്തശ്ശി. അമ്മ പഠിക്കാനൊന്നുമില്ലേ? ഞാൻ നേരത്തെ പോന്നൊക്കെ വയ്യ. ജോലിയൊക്കെ വളരെ കുറവായിരുന്നു. മോളെ ആ തോർത്തിന്റെ എടുത്ത്. എന്താടാ മീന്? മത്തിയാക്കമ്മേ. നിനക്ക് മത്തി അപ്പഴും കിട്ടുള്ളൂ? മത്തിന്റെ കിട്ടാൻ പാടാമ്മേ. മോളെ തോർത്ത്. അവൾ അകത്തുണ്ട് തോന്നണു. പിന്നെ എവിടെടാ എന്റെ വെറ്റില? അയ്യോ അമ്മേ, ഞാൻ മറന്നല്ലോ. അല്ലേലും നമ്മുടെ കാര്യമൊക്കെ ഓർത്താൻ ഇവിടെ ആർക്കാ നേരം? സാരില്ല അമ്മേ, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പീടിയ പോയില്ലേ, അപ്പൊ എന്റെ അമ്മയ്ക്ക് ഞാൻ വാങ്ങിച്ചാലോ? മോളെ എന്താ മോളെ ഒരു പതുങ്ങല്? ആണോ? എത്രയാണ് മാർക്ക്? ആണോ? മിടുക്കി കുട്ടിട്ടോ. പക്ഷെ ഒരു പ്രശ്നം എന്താ? നാളെ ഞങ്ങളുടെ സ്കൂളിൽ കോണ്ടാക്ട് ഡേയാ. പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ അച്ഛൻ തന്നെ ചെല്ലണമെന്ന് ടീച്ചർ പറഞ്ഞു. അതിനെന്താ, അച്ഛൻ വരാലോ. അത് ശരിയാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ. എന്ത് പ്രശ്നം? ഒക്കെ ടീച്ചർമാരാരും നിങ്ങളീ കണ്ടിട്ടില്ല, എന്റെ വലിയേട്ടനും കണ്ടിട്ടില്ല. ഞാൻ വലിയേട്ടനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളാം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. അത് മതി അച്ഛ, മാമൻ വന്നാ മതി. മോനെ എന്താ അമ്മ? ഒന്നിങ്ങോട്ട് വന്നേ. എന്താ? ഒന്നിങ്ങോട്ട് വായോ. എന്താ അമ്മ? നീ എന്താ വിഷമിച്ചിരിക്കണേ? ഒന്നുമില്ല അമ്മ. ഇക്കിന്റെ കുട്ടീനെ അറിയാലോ. ഒന്നുമില്ല. എന്നാ പൊക്കോ. നിങ്ങളൊന്ന് കൂട്ടാൻ പറ്റുന്നുണ്ട്. ആ, ഞാൻ കൊണ്ടുവന്നല്ലോ. അയ്യോ, ഞാൻ മറന്നു. ഇതാ മത്തി. മത്തി കറി വെച്ചാ മതി കേട്ടോ. ആ
അവിടെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, കുടിക്കണം. ശരിയാ. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, രക്ഷിതാക്കളെ, പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മളുടെ പാരൻസ് കോണ്ടാക്ട് ഡേ ആണ്. നമ്മളുടെ കുട്ടികളുടെ രക്ഷിതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. അടുത്തതായി ഹെഡ് മാസ്റ്ററെ 2 വാക്കു സംസാരിക്കുന്നതിനായി ഞാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്നിവിടെ പേരൻസ് കോണ്ടാക്ട് ഡേ ആയതുകൊണ്ട് സ്വന്തം കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് കാണാനും പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ട് തിരിച്ചു പോകാനുമായിട്ടാണ് നിങ്ങൾ വന്നത് എന്നെനിക്കറിയാം. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ മീറ്റിംഗ് കഴിയുന്നവരെ നിങ്ങളിവിടെ ഉണ്ടാകണം. ഒരു മഹത് വ്യക്തിയെ പരിചയപ്പെടുത്താനുണ്ട്. 2 അനാഥ കുട്ടികളെ സ്വന്തം ചെലവിൽ നിന്നും മിച്ചം വെച്ച കാശ് കൊണ്ട് പഠിപ്പിച്ച് SSLC എക്സാമിൽ എല്ലാ വിഷയത്തിലും അവർ A+ കരസ്ഥമാക്കി. അങ്ങനെ ഒരു അവസരം ഒരുക്കിക്കൊടുത്ത ആ മഹാവ്യക്തിയെ ഞാൻ നിങ്ങളുടെ അനുവാദത്തോടെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന സാറുമാരെ, എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളെ, കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുഗുണൻ. എൻ്റെ അച്ഛനും അമ്മയും എന്താന്നിട്ടാണ് എനിക്ക് സുഗുണനുള്ള പേരിട്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് ഞാൻ ഈ പേര് അഭിമാനിക്കുന്നു. എനിക്കത്ര പഠിപ്പുമൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വേദിയിൽ കയറി പ്രസംഗിക്കുന്നത്. അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കാണും. ഞാനൊരു 2 വീലർ മെക്കാനിക്കാണ്. എനിക്കത്ര പഠിപ്പുമൊന്നുമില്ല. എൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ്. അന്നു മുതൽ എൻ്റെ അമ്മ 5 മക്കളെ നോക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ആ അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് ഞാനും അമ്മയുടെ കൂടെ പണിക്ക് പോകാൻ തുടങ്ങി. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് നല്ല പഠിപ്പുണ്ട്. അവളുടെ നിർബന്ധപൂർവമാണ് ഞാൻ എൻ്റെ മകളെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തത്. എൻ്റെ മകൾ പഠിച്ചു വലുതായപ്പോൾ അവളുടെ അമ്മയുടെയും കണ്ണിന് വളരെ ചെറുതായി തുടങ്ങി. എനിക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. ആ വിഷമം കുറച്ചു മാറിയത് ഈ സ്കൂളിലെ 2 അനാഥ കുട്ടികളെ എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് പഠിപ്പിച്ചു വളർത്താൻ സാധിച്ചത് കൊണ്ടാണ്. എൻ്റെ മകളുടെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടുവാനുള്ള ഭാഗ്യം എനിക്കില്ല. പക്ഷേ ഈ അനാഥ കുട്ടികൾ അവരുടെ അച്ഛൻ്റെ സ്ഥാനം തന്നെ അവരുടെ പ്രോഗ്രസ് കാർഡിൽ എനിക്ക് ഒപ്പിടുവാൻ ഭാഗ്യം കിട്ടി. എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ അച്ഛനും അമ്മയും കുറെ വേഷങ്ങൾ കെട്ടും. മീൻകാരൻ്റെ വേഷമോ, നാട് ചന്തക്കാരൻ്റെ വേഷമോ, അല്ലെങ്കിൽ എന്നെ പോലെ ഒരു വർഷാപ്പുകാരൻ്റെ കലയും പുകയുന്നതിൻ്റെ വേഷമോ, നിങ്ങൾ പഠിച്ചു വലുതായിട്ട് ഒരു ജോലി കിട്ടി നല്ല ഉടുപ്പിട്ട് ശമ്പളം അച്ഛൻ്റെ കൊടുക്കുന്നതല്ല കാര്യം. കുശിൻ്റെതായാലും നാട് കീറിയതായാലും ഈ ലോകം മുഴുവൻ കേൾക്കുന്ന രീതിയിൽ പറയണം, ഇതാണ് അച്ഛൻ, അതിലാണ് കാര്യം. മോളെ, ആർക്കും മനസ്സിലായില്ലല്ലോ സുഖേട്ടനെ, എൻ്റെ പെങ്ങൾക്ക് പോലും. അവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു, ക്ഷമിക്കണം.